അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ആക്കിയിട്ടില്ലേ, അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പിറ്റേന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. അവരൊന്നും പോയിട്ടില്ല, അവരെല്ലാം ഉള്ള നമ്മളെ രണ്ടാമത്തെ ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ ലേറ്റായിട്ടാണ് കേട്ടോ ഉറങ്ങിയിട്ടുള്ളത്. സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി കേട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 10 മണിക്കെല്ലാം കേട്ടോ എണീറ്റ് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ കത്തലൊന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ കായ് വാട്ടിയും റൊട്ടി വാട്ടിയും മുട്ടയും പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ജെറി പറഞ്ഞ് ഫുൾ ടയേർഡല്ലേ, നമുക്കിന്ന് ഉച്ചക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന്. എന്തായാലും എല്ലാവരും ഉച്ചക്കാണ് എണീക്കുക. അപ്പോൾ എണീറ്റിട്ട് ഫുഡെല്ലാം ആക്കിയിട്ട് ടയേർഡായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ പോയിട്ട് നല്ല ടയേർഡായിരുന്നു. കുറേ സമയം സീക്കോന്ന് നടക്കാത്ത ഷോപ്പില്ല, കയറാത്ത ഷോപ്പില്ല, അമ്മാതിരി നടത്തേനു. നമ്മൾ പരതൊക്കെ പരതലോടെ പരതല്ലേ, എന്നിട്ട് ആകെ ഒരു പരതയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് പിന്നെ നിങ്ങൾ ഓൾറെഡി ആ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതും ഇതിൽ വലിച്ചു നീട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് വന്ന പാടും കായ് എല്ലാം ഒന്ന് മുറിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ കണ്ണൂരിൽ പിയാപ്പിളാർക്ക് രാവിലെ തന്നെ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ചായയാണ് കേട്ടോ. ചായയും സ്പെഷ്യലാണ് കേട്ടോ ഇത്. മുട്ട വാട്ടിയതല്ല, മുട്ട പുഴുങ്ങിയതും കായ് വാട്ടിയതും റൊട്ടി വാട്ടിയതും. അപ്പോൾ ഞാൻ മൂന്നും കൂടി ഉണ്ടാക്കിയെടുക്കലാണ്. 3 പിയാപ്പിളാറുണ്ടല്ലോ, അപ്പോൾ 3 ആക്കും 3 വിധത്തിൽ. അങ്ങനെയൊന്നല്ല, ഞാൻ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നെ ജെറി ഇത് അവരെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉന്നക്കായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കായാണ്. പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഉന്നക്കായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ലുലുന്ന് വാങ്ങിയ പഴമാണ് കേട്ടോ. പക്ഷെങ്കിലേ അതൊരു നാടനല്ല, ഒരു കരകരപ്പ്. അപ്പോൾ എന്തായാലും അത് കായ് വാട്ടാന്ന് വിചാരിച്ച് കറക്റ്റ് പഴുപ്പേനു. അപ്പം കായ് വാട്ടി ഉണ്ടാക്കിയെടുക്കല. പിന്നെ നമ്മളെ റൊട്ടി വാട്ടിയത്, പരിഷ്കാരികൾ ബ്രെഡ് ടോസ്റ്റ് എന്നെല്ലാം പറയും, നമ്മളെ റൊട്ടി വാട്ടിയെന്ന് കേട്ടോ പറയുക. അപ്പോൾ എനിക്കില്ലേ ഈ കായ് വാട്ടി ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഓരോന്നായിട്ട് മറിച്ചിട്ടിട്ട് അങ്ങനെയല്ലാന്ന് ചെയ്തെടുക്കുക. നമ്മളെ ഉമ്മാമ ഉണ്ടാക്കുന്ന പോലെ. ഉമ്മാമയാണ് കേട്ടോ നമ്മളെ മംഗലം കഴിഞ്ഞമ്പാടും ജെറിക്കെല്ലാം വേണ്ടിയിട്ട് കായ് വാട്ട. കുറച്ച് ദിവസം ഉമ്മാമ ഉണ്ടാവും. ഉമ്മാമയാണ് ഈ എന്താ പറയുക, മറ്റേ റൊട്ടി വാട്ടിയും കായ് വാട്ടിയെല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കുക. എന്നിട്ട് നമ്മളതെടുത്തിട്ട് പിയാപ്പിളാർക്ക് കൊണ്ടുകൊടുക്കാന്ന് കേട്ടോ ചെയ്യുക. ഉമ്മാമ അതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം അങ്ങനെയെല്ലാം. ഇന്നിപ്പോൾ ഇഷമോള് എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ ഫുഡ് ഉണ്ടാക്കൽ നടക്കൂല. ഞാൻ ആദ്യം വിചാരിച്ച് ഒറോട്ടി ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് അതെല്ലാം ഉണ്ടാക്കിയാൽ നമുക്ക് വാങ്ങിച്ച ചോറ് തിന്നാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 12 മണിയെല്ലാം ആയിട്ടുണ്ട്. 12 അല്ല, ഒരു 11:30 മണിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ കത്തലുണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് മിസ്സാവും, ചോറ് ഒഴിവാക്കേണ്ടി വരും. അപ്പം ചോറ് ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. പിന്നെന്താ, ഇനി നമുക്ക് നോക്കട്ടെ പിന്നെന്താന്നുള്ളത് നോക്കട്ടെ. ഇഷമോക്കില്ലേ, ഞാൻ നേന്ത്രപ്പഴം ഇങ്ങനെ കട്ടാക്കിയിട്ട് പ്ലേറ്റിൽ ഒരു ഫോക്കും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഓള് കിളി പോയ പോലെ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഉറങ്ങുന്ന ആ ഒരു ടൈമും കാര്യങ്ങളും എല്ലാം മാറി. ഏതെങ്കിലും നേരം ഉറങ്ങുന്ന, പിന്നെ നമ്മളെ റൂമും മാറിക്കടന്നേനു കേട്ടോ. ഇപ്പുറത്തെ റൂമിൽ നമ്മൾ കടന്നിട്ടുള്ളത്. കാരണം ഈ റൂമിൽ അങ്ങനെ AC വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ കിച്ചണിൽ AC ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഗസ്റ്റിന് നമ്മൾ AC ഇല്ലാത്ത റൂം കൊടുക്കരുമല്ലോ. അപ്പം നമ്മൾ സാക്രിഫൈസ് ചെയ്തു ഗൈസ്, സാക്രിഫൈസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ ചൂടൊന്നുമില്ല, ചെറിയ വിൻ്ററെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ AC ഇട്ടിട്ട് AC വേണം, എന്നാലും അങ്ങനെ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓരോരാളായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ മറ്റേ ടീ പോട്ടില്ലേ, അവിടെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ചായ ഉണ്ടാക്കാനൊക്കെ ഒരു പേടി. പാലെല്ലാം പതപ്പിക്കുമ്പോൾ എന്തെങ്കിലും ആവോ, പൊട്ടോ എന്നുള്ളൊരു പേടി, പൊട്ടിത്തെറിക്കോ എന്നുള്ള ഒരു മനസ്സിലൊരു ഭയം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിലാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ആകെ കട്ടൻ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഷയാനും ഇഷമോളും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. രാവിലെ മീൻസ് ഞാൻ എണീക്കുമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട്.
അപ്പോൾ അവർക്ക് ഫോണും കൊടുത്ത് ആടെ ഇരുത്തിയിട്ടുണ്ട്. ഇഷമോളും മൂടി ഇന്ന് റെഡിയല്ലേനു കേട്ടോ. അവൾക്ക് 2 ദിവസമായിട്ട് എന്താണെന്നറിയില്ല, ഒരു ശീലക്കേട്, ഒരു ക്ഷീണം പോലെ. അപ്പോൾ അങ്ങനെയല്ലോ. അപ്പോൾ ഓളെ രാവിലെ തന്നെ ഒന്ന് ഫ്രഷാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇവരൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് ഗൈസ്. എണീറ്റ് വന്ന സമയം അറിയണം, 12 മണി. നമ്മളെ 3 ആൾക്കും ഒരേപോലത്തെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 ആൾക്കാരും ഡ്രസ്സ് കണ്ടാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ഡ്രസ്സ് പരതലും, ഫോണിൽ ഡ്രസ്സ് പരതലും ഡ്രസ്സ് വാങ്ങിക്കലാണ് നമ്മളെ 3 ആൾക്കാരും മെയിൻ ഹോബി. പക്ഷേ ഉണ്ടല്ലേ, ദുനിയാവിലെ ഡ്രസ്സ് തേച്ചുണ്ടായി കഴിഞ്ഞാലും വീട്ടിൽ നിന്ന് കെട്ട മാക്സി എന്നിട്ട് ഇടുക റൂമിൽ നിന്നെല്ലാം. അത് പിന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. നമ്മളെ കസിൻസ് എല്ലാവരും മാക്സി തന്നെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇടൽ. ഉമ്മാൻ്റെ മാക്സി അതാണ് മെയിൻ. പിന്നെ വേറൊരാളുണ്ട്, ഒരു കസിന് അങ്ങനെയൊന്നുമല്ല, അയാൾ മാത്രം നല്ല കുട്ടിയാണ്, വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് നടക്കും. അപ്പോൾ അങ്ങനെയല്ലോ. പിന്നെ എല്ലാം എണീറ്റ് വന്ന് ഞാനിങ്ങനെ എന്തെന്നാന്ന് കുറേ ഡ്രസ്സ് ഉണ്ടായിട്ട് നിങ്ങളെന്നാന്ന് മാക്സിയിൽ ഇട്ടിട്ട് നടക്കുന്നതെന്ന് ഇങ്ങനെ അവരെ ഉപദേശിക്കില്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കാം, നീ വലിയ നല്ല ആൾ, നീ എന്നാ പിന്നെ ഇട്ടിട്ടില്ല എന്നുള്ള ഇങ്ങനെ പറയില്ല. വീട്ടിൽ നിന്നുള്ള പോലെ അല്ലാണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നത് വിചാരിച്ചിട്ട് നല്ല ഡ്രസ്സിലിടാൻ പറ്റുക. മെയിനായിട്ട് നമുക്ക് തീരെ പറ്റൂല. അങ്ങനെ ഞാൻ ഒരിക്കൽ നോക്കി നാട്ടിലുള്ള സമയത്ത്, പക്ഷെ നടക്കുന്നില്ല കേട്ടോ. പിന്നെ നാട്ടിൽ ഉമ്മാനെ വിളിച്ച് കുറേ സമയം വർത്താനം പറഞ്ഞ നേരം കൂട്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് ജെറി കൊണ്ട് തന്നിട്ടുണ്ട്. ജെറി രാവിലെ പോയിട്ടുണ്ട് കേട്ടോ. ജെറിക്ക് ഇന്ന് പണിയുണ്ടേനു. അപ്പോൾ ഇന്ന് എന്നെ നോക്കണ്ട, നിങ്ങളെന്തും ആയിക്കോന്ന് പറഞ്ഞിട്ടുണ്ടേനു. ഞാനിന്നുണ്ടാവില്ല, അർജൻറ്റ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഫുഡും കൊണ്ട് തന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 2 മണിയെല്ലാം ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും രാവിലെ തന്നെ പിന്നെ ഫുഡ് കഴിക്കുന്നതെന്ന്. രാവിലെയും നല്ല കേട്ടോ, ഇത് കുറേ സമയം കഴിഞ്ഞ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ വരുന്ന പ്രമാണിച്ച് എൻ്റെ മാപ്പിള കുറച്ച് പൾപ്പെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് നമ്മളെ പിയാപ്പിളർക്ക് കൊടുക്കലാണ്. അപ്പോൾ അവർക്ക് കൊടുത്ത് നമ്മളും കുടിച്ചതിന് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവരിന്ന് തിരിച്ച് റിയാദിലേക്ക് പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഞാനും കൂടി ഒന്ന് പോകുന്നുണ്ട് റിയാദിലേക്കല്ല, ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പർദ്ദ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇന്നലെ അങ്ങനെ വലിയ പർദ്ദയൊന്നും കിട്ടിയിട്ടില്ല. കസിന് നാട്ടിൽ പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഓക്ക് പർദ്ദ നോക്കാൻ വേണ്ടിയിട്ട്, നാട്ടിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, പർദ്ദയെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഒക്കെ വരുമോ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉമ്മമാർക്കെല്ലാം സ്ഥിരമായിട്ട് എടുക്കുന്നൊരു ഷോപ്പുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. ബാക്കിലത്തെ, അതായത് കത്തിയനെ സ്റ്റോൻ്റെ എല്ലാം ബാക്കിൽ അബായ സൂക്കുണ്ട്. അപ്പോൾ അടുത്തേക്ക് പോകാമെന്നാട്ടാ നമ്മളൊരു പ്ലാന് വരുന്നത്. നമ്മളൊരു കസിൻ്റെ കല്യാണം വരുന്നുണ്ട് കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ, നേരെ അനിയത്തിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നാട്ടിലേക്ക് പോകുന്നുണ്ട്. ജനുവരി അങ്ങനെയാണ് കല്യാണം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇഷമോക്ക് ഇങ്ങനെ മുടിയെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ ശീലാക്കി വെക്കല, എന്താ പറയുക, ട്രെയിൻ ചെയ്യുന്നതെന്ന് അറിയില്ലേ, മുടി കഴിക്കാണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 1 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മുടി കെട്ടോള് വിടുകയില്ല. ഫോണെല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ ഇരുത്തുക. ഹെയർ ബാൻഡ് കുഴപ്പമില്ല, നല്ല നിലക്ക് വെക്കുന്നുണ്ട്, തിരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മുടി കെട്ടൽ, ഈ 2 ഭാഗം കെട്ടൽ ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ, വിടുന്നേയില്ല. അപ്പോൾ ഒരുവിധം ഞാൻ പിടിച്ചാടെ ഇരുത്തിയിട്ട് മുടി കെട്ടിക്കൊടുക്കല. ജെറിക്കില്ലേ, ഞാനിങ്ങനെ കലമ്പുന്ന സമയത്ത് എന്നോട് പറയും, ഇനി നീ കലമ്പിനെങ്കിൽ ആ മുടി ഞാൻ മുറിക്കുമോ, ഇനി പിന്നെ നീ കെട്ടൂലല്ലോ നിങ്ങളിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ 2 ഭാഗം മുടിയും കെട്ടിയിട്ട് ഓള ഡ്രസ്സൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്, മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നേനപ്പാ പറയാൻ വിചാരിച്ചേ, വേറെന്തോ നീ കാര്യമായിട്ട് പറയാൻ വിചാരിച്ചങ്ങ് മറന്നു പോയിച്ചേ. ഇതാണ് ഗൈസ് നമ്മളെ അനിയത്തിൻ്റെ മോന്. അപ്പോൾ ഓനോട് ഞാൻ ഇങ്ങനെ പറയില്ല, ആമാൻ്റെ റൂമിൽ നിന്നൂടെ മോനിക്ക്, എന്തിനാ ബാപ്പാൻ്റെ കെട്ട റൂമിലേക്ക് പോകുന്നതെന്നെല്ലാം പറഞ്ഞാൽ എങ്ങനെ ഇതാക്കി വിടല. ഓനിക്കാണെങ്കിൽ അത് പറഞ്ഞു തരും, പിന്നെ പോവുക വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരിതിൽ. അപ്പോൾ ഓന് ഇവിടെ തന്നെ കാപ്പാൻ്റെ റൂം, പിന്നെ അതായത് ബാപ്പാൻ്റെ റൂം രസമില്ല, ഇവിടെയാണ് നല്ല, കാക്കിയ നല്ല, ഇഷമോള് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഫുള്ള് ചൊറയണം കേട്ടോ. അപ്പോൾ ഞാൻ പാടും. അങ്ങനെ നമ്മൾ മാറ്റിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഉമ്മ പുന്നാര മോൾക്ക് തന്ന നേരിയരിയുണ്ട്, ഓള് മറന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഉമ്മ തന്ന നേരിയരി എടുത്തോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് അവർ നേരെ എന്നെ ഇറക്കിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അബായ സൂക്കിൽ വന്നിട്ടുണ്ട്.
കുറച്ച് പ്രായമായിട്ട് ഉള്ളവർക്കെല്ലാം ഇടാൻ പറ്റിയ നല്ല കളക്ഷൻസിലുണ്ട്. നമുക്ക് പറ്റിയത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ പക്ഷെ നമുക്കും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ജെറിൻ്റെ കൂടെ വീണ്ടും പരതാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് മിക്കവാറും. ജെറി പറഞ്ഞ് ഞാൻ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവക്കൊരു നുള്ളു കൊടുക്കല, ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റൂ. ഓളിങ്ങനെ ചൊറയാക്കുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലറെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കിയെടുക്കല. ചായയും പിന്നെ അബിലും മിച്ചറും. അബിലല്ല, സോറി, അവിൽ. നിങ്ങൾ അവിൽ എന്ന് പറയും, നമ്മൾ അബിലും മിച്ചറും എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാ ചായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. ഇനിയിപ്പോൾ ചായയും കുടിച്ചിട്ട് അവർ നേരെ വിടാനുള്ള ചാൻസാണ്, വിടാനുള്ള പ്ലാനാണ് കേട്ടോ. ഒരു മാസത്തേക്ക് വന്ന എനിക്ക് 2 പാക്കറ്റ് വലിയ അവിൽ തന്നിട്ടുണ്ടേനു കേട്ടോ ജെറിൻ്റെ ഉമ്മ. അത് ഞാനിപ്പോൾ എങ്ങനെ തീർക്കാനാ? ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ തീർക്കും? ആരെങ്കിലും എല്ലാം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ മിച്ചറും അവിലെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങ് തീരും കേട്ടോ. അങ്ങനെ ഒരു പാക്കറ്റ് ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പാക്കുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ അതും അവർക്കും കൊടുത്തിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, അവർ തിരിച്ച് റിയാദിലേക്ക് പോകാം. ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് നമ്മൾ പോകാൻ പ്ലാനുണ്ട്. വ്ളോഗ് എടുക്കാനും മൂഡുണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കും, അല്ലെങ്കിൽ പിന്നെ വ്ളോഗൊന്നും എടുക്കില്ല കേട്ടോ. ഇപ്പം ഇല്ലേ കുറേ കമൻസ് കാണുന്നുണ്ട്, ഇങ്ങക്കെന്നാ പറ്റിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾക്കെന്നാ പറ്റിയെന്ന് എനിക്കെന്നെ അറിയില്ല. എനിക്കെന്നാ പറ്റിയെന്ന് ചോദിക്കുന്നവരോട് എനിക്കറിയില്ല ഇതാണ് കേട്ടോ എനിക്ക് റിപ്ലൈ. ഞാൻ വ്ളോഗ് ഇടൂല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടൂല. എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. അതങ്ങനെയാണല്ലോ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഗൈസ് അവർ പോയിട്ടുണ്ട്. കുറച്ച് സമയം ഒരെന്തോ പോലെയാണ് റൂമിലുണ്ടല്ല. 2 ദിവസം ഒച്ചപ്പാടും ബഹളവും പായാറെല്ലാം ആയിട്ട് ഭയങ്കര രസം എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിയൊക്കെ എല്ലാം ആയിക്കഴിഞ്ഞാലും നല്ല രസേനു കേട്ടോ. പിന്നെ കസിനും ചെറിയ മോളുണ്ട്, ഓളെല്ലാം ആയിട്ട് നല്ല കമ്പനി ആയിട്ട് വന്നതാണ്. ഷെയാനാണെങ്കിൽ ചെറിയ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഓളൊരേ തട്ടി നടക്കലല്ലേനു. അപ്പോൾ അതെല്ലാം മിസ്സിങ് ആകുന്നുണ്ട്. അപ്പോൾ ജെറി അവർക്കെല്ലാം എന്തോ പോലെ ആയതുകൊണ്ട് അവരെയും കൂട്ടി പാർക്കിലേക്ക് പോയിട്ടുണ്ട്. മെയിനായിട്ട് എനിക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടിയായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. 3 റൂമുണ്ട്, അതായത് ഒരു ഡൈനിങ്ങും 2 മാസ്റ്ററാണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ 3 ഫാമിലി ഉള്ളതുകൊണ്ട് തന്നെ ഷെയാൻ്റെ ബെഡെല്ലാം എടുത്തിട്ട് നമ്മൾ ഡൈനിങ്ങിൽ കൊടുത്തിട്ട് അനിയത്തിനെ നമ്മൾ അവിടെയാണ് കേട്ടോ കിടത്തിയിട്ടുള്ളത്. അവിടെ ആകുമ്പോൾ AC ഉണ്ട്, നമ്മൾ അപ്പുറത്താണ് കേട്ടോ കിടന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കുഷ്യനിൽ എവിടെയുള്ളതെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം ഷെയാനും നെയ്യും, അതായത് അനിയത്തിൻ്റെ മോനും കൂടി മൊത്തത്തിലൊന്ന് റൂം മറച്ചിട്ടിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ സാധനം വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ 2 ദിവസം പിന്നെ മൈൻഡാക്കാൻ നിന്നില്ല, എന്തെങ്കിലും ആക്കട്ടെ എന്നുള്ള ഇതിൽ. അവർക്ക് അങ്ങനെയല്ലേ വലിച്ചിടാനും കളിക്കാനെല്ലാം പറ്റൂ. ആരും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാനും പേടിയാട്ടോ, എന്നെ ലോക പേടിയാണ്. അത് ഇതിനൊന്നും വിടൂല. അപ്പോൾ ഓനുള്ള സമയത്ത് മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. പിന്നെ 2 ദിവസമായി അലക്കിയിട്ട്, അതുകൊണ്ട് തന്നെ കുറേ അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത്ര ദുനിയാവിലെ ഡ്രസ്സ് മൊത്തം ഉണ്ട് കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും അലക്കാനുണ്ട്, ആറിയിടാൻ വേണ്ടിയിട്ടുണ്ട്, ഒന്ന് അടിച്ച് വരാൻ വേണ്ടിയിട്ടുണ്ട്. തുടക്കാനില്ല കേട്ടോ. അവർ വരുന്നതിൻ്റെ അതായത് അവർ വരുന്നതിൻ്റെ തലേന്ന് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുടക്കുന്നൊന്നുമില്ല. തുടക്കാനുള്ള ഒരു വൃത്തിയോടൊന്നും ആയിട്ടില്ല. മൊത്തത്തിലൊന്ന് വലിച്ചിട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതെല്ലാം ഒന്ന് ഒരുക്കി വെക്കണം, ഒന്ന് അടിച്ച് വരണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എല്ലാവരുടെയും ഒന്ന് ഷാമ്പു ക്ലീൻ ചെയ്യലാന്ന് കേട്ടോ. ഷാമ്പു വെച്ചിട്ടാണ് ഞാൻ തുടക്കൽ. നിലവും അങ്ങനെ തന്നെയാണ് തുടക്കൽ കേട്ടോ. പിന്നെ ഇവിടെയെല്ലാം അങ്ങനെയാണ് തുടച്ചെടുക്കൽ. ആദ്യം ഷാമ്പു കുറച്ചിങ്ങനെ തുണിയിലാക്കിയിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കും. നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ ഷാമ്പു വെച്ചിട്ട് തുടക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ സോഫയും തുടക്കൽ. സോഫ ക്ലീനിങ് ഡീറ്റെയിൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ വേറെ വീഡിയോ കണ്ടിട്ടാണ് സോഫ അങ്ങനെ തുടക്കൽ. പിന്നെ ആ മൂടി വെച്ചിട്ട് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിന്നെ ഷാമ്പു വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും മതി.
അങ്ങനെ ഈ റൂം സെറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ റൂമിലേക്കാണ് വന്നിട്ടുള്ളത്, നമ്മൾ ഡൈനിങ്ങിലേക്ക്. ഇവിടെയാണ് ഷെയാൻ്റെ ബെഡും ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തിട്ട് വീണ്ടും നമ്മളെ പഴയ നോർമൽ ലൈഫിലേക്ക് പോക്കാന്ന് കേട്ടാ. ബാക്ക് ടു നോർമൽ, അങ്ങനെ പറയാം. പിന്നെ ലാസ്റ്റ് വ്ളോഗിൽ കമൻറ്റ് വന്നത്, ഫർണിച്ചറെല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ടായതാണോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വാങ്ങിയതാണോ എന്നെല്ലാം. നമ്മളടുത്ത് ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ വേറൊരു റൂമിലേനു ആദ്യം. അപ്പോൾ അവിടെ ഈ ഒരു സെയിം ഫർണിച്ചർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് നമ്മളെ ഫർണിച്ചറിൽ എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ വാങ്ങിക്കുന്ന സമയത്ത് ഫർണിച്ചർ ഒന്നും ഉണ്ടായിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. നിലത്തെല്ലാം ഓൾറെഡി ഇവിടെ ഉണ്ടായതാണ്. പിന്നെന്തേനോ പറയാൻ വിചാരിച്ചേ, ഇതെന്നാ അപ്പം എല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയാൻ വിചാരിച്ചിട്ട് മറന്നു പോകുന്നത്. പെയിൻറ്റിൻ്റെ കാര്യം. പെയിൻറ്റ് അതും കമൻറ്റ് വന്നിനേനു കേട്ടോ. പെയിൻറ്റ് മാറ്റിനോ എന്നുള്ളത്. പെയിൻറ്റ് ഒരു സൈഡിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം സെയിം പെയിൻറ്റ് തന്നെയാണ് കേട്ടോ. സെയിം പെയിൻറ്റ് ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഈ ഡൈനിങ് ടേബിൾ എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡൈനിങ് ടേബിളും പിന്നെ എനിക്കറിയില്ല, കാരണം വരുന്നതിന് മുന്നേ ഇവിടെ ഉണ്ട്, ജെറി വാങ്ങിയതാ. നമ്മൾ ഫസ്റ്റ് റൂമിൽ വരുന്ന സമയത്ത് ഉണ്ടായ ഡൈനിങ് ടേബിളും സോഫയിലാണ്. ഈ ഗ്രീൻ സോഫയെല്ലാം നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ റൂമിലുണ്ടായതാ. എനിക്കൊന്ന് അല്ലസേലാണ് ഞാൻ ആദ്യം വന്നിട്ടുള്ളത് 2015. ഷെയാന് ഒരു 3 വയസ്സുള്ള സമയത്ത് നമ്മൾ ദമാമിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ അല്ലസയിലാണ് വന്നത്, പിന്നെ ദമാമിലെ റൂമിൽ പിന്നെ ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ നിന്നിട്ടുള്ളത്. ഫ്ലാറ്റ് എനിക്ക് തീരെ ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ അവിടെയും ഈ ഒരു മെയിൻ സോഫ തന്നെയാണ് കേട്ടോ, ഈ പച്ച സോഫ. എനിക്ക് 3 വയസ്സുള്ളൊരു, എനിക്കിപ്പോൾ 9 വയസ്സായി കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്നരേ ഉള്ളത് തന്നെയാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഇവരെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ പോക്ക്. ഇപ്പോൾ ഈ റൂം എടുത്തിട്ട് ഏകദേശം ഒരു 3 വർഷമായി കേട്ടോ. അതിൻ്റെ എല്ലാ വ്ളോഗ് ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ട്, ഒരു 2 വർഷം മുന്നേ ഉള്ള എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇവിടെ റൂം കാണാൻ വന്നതും നമ്മളെ പണ്ടത്തെ വീഡിയോയും പണ്ടത്തെ വീടും നമ്മൾ ഗാർഡനെല്ലാം സെറ്റ് ചെയ്തതെല്ലാം ഞാൻ തന്നെ എൻ്റെ വ്ളോഗ് എടുത്ത് നോക്കും കേട്ടോ. അന്നേരം നമുക്ക് ആ ഒരു മെമ്മറി, ആ ഒരു നൊസ്റ്റാൾജി കിട്ടും കേട്ടോ. അന്ന് നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഓടി വരും. അതെല്ലാം നല്ല രസമാണ്. മെയിനായിട്ട് എനിക്ക് തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നമുക്ക് ആ ഒരു മെമ്മറി ആണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കുന്നത്. എനിക്കില്ലേ എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും പുതുതായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം. അതിപ്പോൾ ഒരു ശീലമായി കേട്ടോ. എൻ്റെ കുറേ കാലം കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്ത് കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് പ്രത്യേക രസമാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചെടിയെല്ലാം എത്തിയിട്ടുണ്ടല്ലേ. നമ്മൾ ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്. ക്ലീനിങ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാം ഒന്ന് ഒരുക്കി വെക്കൽ. സോഫൻ്റെ ഉള്ളിലെല്ലാം ദുനിയാവിലെ സാധനം തേച്ചുണ്ടേനു, വെള്ളം കുടിച്ച പിന്നെ ബോട്ടിൽ അങ്ങനെയെല്ലാം ആയിട്ട് കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവർ വന്നിനെന്ന് വിചാരിച്ചിട്ട് അടിച്ച് വാരാണ്ടൊന്നുമില്ല കേട്ടോ. അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നു ഡെയിലി, പക്ഷെ അങ്ങനെ കൂടുതൽ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. അവരുമായിട്ട് നമുക്ക് സ്പെൻഡ് ആക്കണമല്ലോ. അപ്പം അങ്ങനെ പിന്നെ കുറേ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം അലക്കലിങ്ങനെ അതിൻ്റെ അടുക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സെറ്റ് അലക്കി കഴിഞ്ഞ് ഞാനില്ലേ വേറെ ആയിട്ടാണ് എന്നിട്ട് അലക്കൽ. എൻ്റെ വേറെ, ഇഷമോളെ വേറെ, ജെറിൻ്റെ വേറെ, ജെയ്യുവിൻ്റെ വേറെ, അങ്ങനെ ആയിട്ടാണ് അലക്കൽ. പിന്നെ കുറച്ചെല്ലാം ആണെങ്കിൽ നമ്മൾ ഇന്നർ വിയർ വേറെയും പിന്നെ ടീഷർട്ട്സ് അങ്ങനെയെല്ലാം, ഷർട്ട് വേറെ പിന്നെ പാൻറ്റ് വേറെ, അങ്ങനെയാണ് കേട്ടോ അലക്കൽ. അതുകൊണ്ട് തന്നെ എനിക്ക് അലക്കാൻ കുറേ ടൈം വേണ്ട, പിന്നെ അതിലിട്ട് കൊടുക്കല്ലേ വേണ്ടു. അപ്പോൾ അതിങ്ങനെ മാറ്റി ഇടാനുള്ള ഒരിത് വേണം. പിന്നെ ഏതായാലും നമ്മൾ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തതല്ലേ, കുറേ ആയി ഇവിടെയെല്ലാം ഈ പൊടിയെല്ലാം ഒന്ന് തുടച്ചിട്ട്. അപ്പം ഞാൻ ഇവിടെയെല്ലാം ഒന്ന് ഡീപ്പായിട്ട് തുടച്ചെടുക്കലാണ്. അങ്ങനെ നമ്മളെ ഈ റൂമും നല്ല നീറ്റായിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളെ പരിപാടി മൊത്തത്തിലൊന്ന് എയർ ഫ്രഷ്നർ ചെയ്യലാണ് കേട്ടോ. മൊത്തം ഒന്ന് സ്പ്രേ അടിച്ചു കൊടുക്കുക. നെക്കി പിടിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ എല്ലാവരും ഒന്ന് ഫ്രഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എനിക്കില്ലേ ഇങ്ങനത്തെ സ്മെല്ലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. റൂമിൽ കയറുമ്പോൾ ആ ഒരു എയർ ഫ്രഷ്നർ അങ്ങനെയെല്ലാം ആയിട്ട്.
ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റം മാറ്റം വാങ്ങിക്കും കേട്ടോ. പിന്നെ അത് വേഗം തീരുകയും ചെയ്യും. ഇങ്ങനെ അടിച്ചാൽ പിന്നെ എങ്ങനെയാണ് തീരാണ്ടിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതേ എങ്ങനെയാണ് തീരാണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെയെല്ലാം ക്ലീൻ ആക്കി. ഇനി റബ്ബേ ഇനി കിച്ചൺ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. വേഗം വേഗം പണി ഒരുങ്ങും. അപ്പം അങ്ങനെ മൂഡ് വന്നു കഴിഞ്ഞാൽ ഇഷമോളിയും ഷയാനെയും ജെറിൻ്റെ കൂടെ ഞാൻ പാർക്കിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞയച്ചെന്നല്ല, അവരയച്ച് പോയതാ. അപ്പം ഞാൻ പറഞ്ഞ് എന്തായാലും പോയതല്ലേ, ഒരു 1-2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞയച്ചതാ. അപ്പോൾ ഇതാ കിച്ചണിൻ്റെ അവസ്ഥ കണ്ട മൊത്തം വലിച്ചിട്ടിട്ടാണ് ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ജെറി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ കോള് ഇഷമോളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. നല്ല മൊഞ്ചിലിതാ ഇടുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ഈ ഹെയർ ബാൻഡില്ലേ നല്ല രസമില്ലേ, അത് കളഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എപ്പം ജെറിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒന്നിക്കിൽ ഹെയർ ബാൻഡ് അല്ലെങ്കിൽ മുടിക്കൂത്തി, ഇത് ചാടിയിട്ടാണ് കേട്ടോ വരിക. അപ്പം ഈ ഹെയർ ബാൻഡ് പോയിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. എന്തായാലും മിക്കവാറും 2 കൂടി ഞാൻ വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ കിച്ചൺ ക്ലീനിങ് പകുതിക്കുണ്ട്. കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ എനർജി ഡ്രിങ്ക് കുടിക്കലാണ്, കട്ടൻ ചായ. അത് കുടിച്ചാൽ എനിക്കൊരു എനർജി കൂടുതലാണ്. അപ്പോൾ അത് കുടിച്ചിട്ടുണ്ട്. കണ്ട ഹെയർ ബാൻഡില്ല ഗൈസ്, ഹെയർ ബാൻഡില്ല. വീഡിയോ എടുത്തുകൊണ്ട് എന്തൊരു ഭാഗ്യമാണ്. പിന്നെ പിറ്റേന്നാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുള്ളത് ഹെയർ ബാൻഡ് ഇല്ലാത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് തരുമ്പോൾ ഹെയർ ബാൻഡ് ഇല്ലേനു. ഞാൻ പറഞ്ഞ വീഡിയോ നോക്കൂ ഗൈസ്, നോക്കൂ എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹെയർ ബാൻഡ് കൊണ്ടേ ചാടിയിട്ടുണ്ട്. വരുന്ന സമയത്തില്ലേ ബീലബാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അതിന് അഡിക്റ്റാണ് കേട്ടോ. അത് തിന്നുന്നത് അത്ര വലിയ നല്ലതൊന്നല്ല എന്നറിയാം. പക്ഷെ എന്നാലും കിട്ടിക്കഴിഞ്ഞാൽ തിന്നാണ്ടിരിക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ രാത്രിക്ക് ഫുഡ് നമ്മൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച ആ ഒരു കഫ്സ കുറച്ച് ബാക്കിയുണ്ട്. അത് തന്നെയാണ് കേട്ടോ ഫുഡ്. ഇനി പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മൂസക്കായി എത്തിയോണ്ട് ഇവർ പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി ലേറ്റായിട്ട് വന്നോളൂ എന്നു. ഞാൻ പറഞ്ഞ കറക്റ്റ് ടൈം നിങ്ങൾ വന്നേ, ബാ മോനെ പണിയുണ്ട്. അപ്പോൾ ജെറിക്ക് അവിടെ കുറച്ച് പാത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കേട്ടോ കഴുകി എടുത്തിട്ടുള്ളത്. മൂസക്കായി നമുക്ക് സോപ്പ് ഇട്ടേ ചെയ്തു തരും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പണി തുണി ആറിയിടലാണ്. ദുനിയാവിലെ തുണി നേരത്തെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ ആറിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ആറിയിടല. എല്ലാം ഇവിടെയാണ് കേട്ടോ ആറിയിടുക. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമ്മളങ്ങനെ കൂടുതൽ വരാത്തൊരു സ്പേസാണ്. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരും എന്നല്ലാണ്ട്, പിന്നെ ഇഷമോള് ഷയാനോ ഒറ്റയ്ക്കുള്ള സമയത്ത് കളിക്കാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെയല്ലാണ്ട് ഈ ഒരു ഭാഗത്ത് വരത്തില്ല. പേടി തന്നെയാണ് മെയിനായിട്ട് നമ്മൾ തുണിയെല്ലാം ആറിയിടുക. അങ്ങനെ ഗൈസ് ആ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ തന്നെ ക്ലീനാക്കിയ സ്ഥലത്ത് എങ്ങനെയാണെന്നോ ഇവർക്ക് ഈ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോന്നുന്നു. കപ്പ വറുത്തി കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഗൈസ്. മതി എന്തെങ്കിലും ആക്കട്ടെ വിചാരിച്ചിട്ട് ഞാനിങ്ങേക്ക് വന്നിട്ടുണ്ട്. മൊത്തം കബോർഡും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണ് ക്ലീൻ ആക്കിയത് ഞാൻ തന്നെ കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. വാവ് എന്ത് രസമുള്ള കിച്ചൺ, എപ്പോഴും ഇങ്ങനെ തന്നെ ആവണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സ്വയം പോസിറ്റീവ് എനർജി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയല്ലായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഏകദേശം ഇത്രയേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഫുഡെല്ലാം കഴിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ ബീലബാനും കൂടി തിന്നിട്ട് കിടന്നുറങ്ങും. പിന്നില്ലേ ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ബീലബാനല്ല വാങ്ങിയിട്ടുള്ളത് ഗൈസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതൊന്നും അവർ കേൾക്കുന്നതൊന്നും തരുന്നത് വേറൊന്നുമായിരിക്കും. ഞാൻ പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് വേറൊന്നും. അപ്പോൾ അങ്ങനെയല്ലായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പിന്നെ കാണാം. ബൈ.